ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എബോ 55 ഉള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് കേട്ടോ. നമ്മുടെ അപ്ലിഫ്റ്റിംഗ് മാസ്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി അപ്ലിഫ്റ്റിംഗ് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഗിങ്, അതായത് സ്കിന്ന് തൂങ്ങുന്നത് തടയുന്നതിനാണ് ഈ മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഈ തൂങ്ങൽ കുറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ടൈറ്റ് ആവുന്നതിനും അതോടൊപ്പം തന്നെ പോർട്സ് സുഷിരങ്ങളൊക്കെ ചുരുങ്ങുന്നതിനും പിന്നെ ബ്രൈറ്റ് ആവുന്നതിനും പിന്നെന്താ കളർ കിട്ടുന്നതിനും എല്ലാത്തിനും പറ്റുന്ന നല്ല ഒന്നാന്തരം ഒരു ഫേസ് പാക്ക്, അപ്ലിഫ്റ്റിംഗ് ഫേസ് പാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരെണ്ണം ഇട്ടിരുന്നു. അത് പിന്നെ ബിലോ 40 ഉള്ളവർക്കാണ് എപ്പോഴും നല്ലതും ഇതും അവർക്ക് ചെയ്യാം, അതും നിങ്ങൾക്ക് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചും കൂടെ ഏജിങ് സ്കിന്നിന് ഞാൻ ഈ പറയുന്ന പാക്ക് ഉപയോഗിച്ചാൽ വളരെ എഫക്റ്റീവായിരിക്കും കേട്ടോ, നല്ല റിസൾട്ട് കിട്ടും. അതാണ് ഈ പാക്ക്. അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെയാണെന്നോ വേണ്ടത്? ഇതിന് നമുക്ക് നല്ല പഴുത്ത ബനാന എന്ന് പറയുമ്പോൾ ഏത്തപ്പഴമാകാം, പിന്നെ നമ്മുടെ റോബസ്റ്റോ പഴം, റോബസ്റ്റോ വേണ്ട കേട്ടോ, മറ്റേ പാളയം കൂടെ നമ്മൾ പറയൂല്ലേ, പിന്നെ മറ്റേ ചുമന്ന പൂവമ്പഴം, അങ്ങനെ എന്ത് ബനാന ആയാലും കുഴപ്പമില്ല. പക്ഷേ എനിക്കിഷ്ടം ഏത്തപ്പഴം തന്നെയാണ്, നേന്ത്രപ്പഴം എന്ന് നമ്മൾ പറയണ ഏത്തപ്പഴം തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര്, പിന്നെ നമുക്ക് ഓയിൽ വേണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. എഗ്ഗ് കംപ്ലീറ്റ് എടുത്തോളൂ, ഇപ്പോൾ വൈറ്റും അങ്ങനെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. കംപ്ലീറ്റ് മുട്ട നമുക്ക് അതിലേക്ക് അപ്ലൈ എടുക്കണം കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തോളൂ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പഴുത്ത ഏത്തപ്പഴം, നേന്ത്രപ്പഴം നന്നായിട്ട് നമുക്ക് ഒരു കഷ്ണം എടുത്ത് മിക്സിയിലിട്ട് അരയ്ക്കാട്ടോ. അപ്പം നല്ല ഉടഞ്ഞ് നമുക്ക് കിട്ടും. നമ്മൾ കൈ വെച്ച് ഉടച്ചാൽ അത്രയ്ക്ക് പോരാ. അപ്പം നന്നായിട്ട് അത് അതിനകത്ത് അരച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു 4 സ്പൂൺ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഒഴിക്കാം. 2 സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ, തൈര് ഒഴിക്കാം. പിന്നെ നമുക്ക് ഓയിൽ 1/2 സ്പൂൺ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായ, വല്ലാണ്ട് ഇങ്ങനെ ലൂസായിട്ടായിരിക്കുമല്ലോ ഇതിരിക്കുന്നത്, അപ്പോൾ മിക്സ് ചെയ്യാൻ ആവശ്യമായ നമ്മുടെ കയ്യിൽ ഏതാ പൗഡറെങ്കിൽ അരിപ്പൊടി നല്ലതാണ്, അതുപോലെ നമ്മുടെ കടലമാവ് നല്ലതാണ്. പിന്നെ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാ നിങ്ങളുടെ കയ്യിൽ പാക്കെങ്കിൽ അത് ഇടാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊരു പാക്കിൻ്റെ പരുവത്തിലാവുമ്പോൾ നമുക്ക് മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് അത് ഇപ്പോൾ മുട്ട ചേർത്താനുണ്ട് പെട്ടെന്ന് അതങ്ങോട്ട് ഡ്രൈ ആവുമേ. അപ്പം അത് അതുകൊണ്ട് നമുക്കൊരു 15 മിനിറ്റ് ഇരിക്കേണ്ട വരില്ല. പിന്നെ മുട്ട ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്നോ, ഇങ്ങനെ ഇതിട്ടിട്ട് നിങ്ങൾ ജോലി എടുക്കുകയും സംസാരിക്കുകയും ഒന്നും ചെയ്യല്ല കേട്ടോ. സ്കിന്ന് ടൈറ്റ് ആവാൻ ഉള്ള ഒരു ടൈമാണത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ സംസാരിക്കാൻ പാടില്ല, നമ്മുടെ പേശികൾക്ക് ചലനം ഉണ്ടാവാൻ പാടില്ല. എന്നാലാണ് നല്ല ടൈറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നല്ല ഒന്നാന്തരം പിന്നെ ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ ഓരോന്നിലും അടങ്ങിയിരിക്കുന്നതും കൂടെ ഞാൻ പറയാം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ബനാന എന്ന് പറയുമ്പോൾ ഏത്തപ്പഴം, നേന്ത്രപ്പഴം എന്ന് പറയുമ്പോൾ നിറയെ വൈറ്റമിൻസും മിനറൽസും ആണ് കേട്ടോ. വൈറ്റമിൻ ബി ഉണ്ട്, സി ഉണ്ട്, എ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് ആവശ്യമായ എല്ലാ വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഏജ് ആകുമ്പോഴാണല്ലോ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നത്. ഡ്രൈ ആകുമ്പോൾ സംഭവിക്കുന്നത് ഈ പോർട്സ് എല്ലാം വലുതാവും. അത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രായമായി കഴിയുമ്പോൾ എപ്പോഴും നമ്മുടെ സ്കിന്നിൽ നമ്മൾ മോയ്സ്ചറൈസർ ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നുമില്ലെങ്കിലും കുറച്ച് വെളിച്ചെണ്ണെങ്കിലും എടുത്ത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പോർട്സൊക്കെ അങ്ങനെ വലുതായി വരില്ല. സ്കിൻ ഡ്രൈ ആകുമ്പോഴുള്ളൊരു ഏറ്റവും വലിയ പ്രശ്നമാണ് പോർട്സ് വലുതാവും. അപ്പോൾ അതിലേക്ക് ബ്ലാക്ക് ഹെഡ്സ് വരും. അങ്ങനെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ പോർട്സ് ഡ്രൈ സ്കിന്നുള്ള മാറാനായിട്ട് ഏറ്റവും നല്ലൊരു പാക്കും കൂടെയാണിത്. ഈ ബനാന എടുത്തു പറയാം. അതുപോലെ തന്നെ പിന്നെ പുളിയില്ലാത്ത തൈരും ഓയിലും എല്ലാം ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, ഈ ഡ്രൈനെസ് പോകുന്നതിന്. അപ്പോൾ ഈ ഡ്രൈനെസ് പോയി, പിന്നെ മുഖത്തിന് തിളക്കം കിട്ടുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന എന്താ, ഏജിങ്
ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒത്തിരി ഇതിലുണ്ട്. അപ്പോൾ അതും നമ്മുടെ സ്കിന്നിന് ഗുണം ചെയ്യും. അതാണ് നമ്മൾ പിന്നെ നേന്ത്രപ്പഴം എടുക്കുന്നതിൻ്റെ ഉദ്ദേശം കേട്ടോ. രണ്ടാമതായിട്ട് എഗ്ഗ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിലവർക്ക് ആ മഞ്ഞ അതിൻ്റെ സ്മെല്ല് പിടിക്കില്ല എന്ന്. പക്ഷേ തീർച്ചയായിട്ടും ഏജ് ആയിട്ടുള്ളവർക്ക് മഞ്ഞയും കൂടെ അപ്ലൈ ചെയ്യണതാണ് നല്ലത്. അപ്പോൾ ഈ നമ്മുടെ സ്കിന്ന് ടൈറ്റാവും. സ്കിൻ ടൈറ്റ് ആകുമ്പോൾ ഈ പോഴ്സൊക്കെ ചുരുങ്ങും. അപ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നമുക്ക് കുറയും. അതാണ് നമ്മൾ ഈ എഗ്ഗ് ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാരണം. പിന്നെ കളർ കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ വാർദ്ധക്യ ലക്ഷണങ്ങളെ തടയുന്നതിനും പിന്നെ എഗ്ഗ് ഏറ്റവും നല്ലതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. അത് ഏറ്റവും നല്ല കളറ് കിട്ടുന്നതോടൊപ്പം നല്ല ടോണിംഗ് ആണ്, നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്, പിന്നെ നല്ല ബ്രൈറ്റ് ആവും. അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ തീർച്ചയായിട്ടും തൈരിലുണ്ട് അല്ലേ. അപ്പം നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മൾ തൈര് ഒഴിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഓയിലാണ് അല്ലേ ഒഴിച്ചത്. ഓയിലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോക്കനട്ട് ഓയിൽ, നല്ല വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, പിന്നെ ബദാം ഓയിൽ ഉപയോഗിക്കാം. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഈ ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും നമുക്ക് ഗുണം കിട്ടുന്നത് നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഇ ഉണ്ട്, എ ഉണ്ട്, ധാരാളം ഫാറ്റി ആസിഡ്സും എല്ലാം നമ്മുടെ സ്കിന്നിനെ പോഷണം ചെയ്യുന്നതിന്, അതായത് നറിഷ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ് ഓയിൽസൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ കുളിക്കുന്നതിന് മുന്നൊക്കെ പണ്ട് കാലങ്ങളിൽ എല്ലാവരും ഇച്ചിരി എണ്ണ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുമായിരുന്നു, ദേഹത്തൊക്കെ അപ്ലൈ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള നല്ല ശീലങ്ങളൊക്കെ നമ്മുടെ ഇത് പോയല്ലേ. ഇപ്പോൾ നമുക്ക് സമയമില്ല, ചടയെന്നുള്ള കുളിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സ്കിന്ന് സാഗ് ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ പാക്കിൽ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ അപ്ലിഫ്റ്റിംഗ് മാസ്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. 3 ദിവസമൊക്കെ ആഴ്ചയിൽ ഇടാം. ഇല്ലേ ഒരു ദിവസമെങ്കിലും നിങ്ങൾ സമയമില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് നോക്കുന്ന അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടും, കളറും കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ സൺ ടാൻ ഏറ്റുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കുണ്ടല്ലോ, അതെല്ലാം ആ കറുത്തപാടുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് ഈ പാക്ക് കേട്ടോ. ഇതാണ് ഒന്നാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന അപ്ലിഫ്റ്റിംഗ് ഫേസ് പാക്ക്. ഓക്കെ, ഇനി ഒരു പാക്കും കൂടെ ഞാൻ പറയാം. അതിന് നമുക്ക് വേണ്ടത് മുൾട്ടാനി മിട്ടിയാണ്. ഈ മുൾട്ടാനി മിട്ടിയെക്കുറിച്ച് ആൾക്കാർക്ക് ഒത്തിരി സംശയമാണ്. എപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, അത് ഡ്രൈ പിന്നെ സ്കിന്നിന് പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും എല്ലാ സ്കിൻ ടൈപ്പിനും, ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയ ഒന്നാണ് മുൾട്ടാനി മിട്ടി. ഇതിൻ്റെ ഗുണം എന്താണെന്നോ, ഇത് നമ്മുടെ സ്കിന്നിനെ പ്യൂരിഫൈ ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ്. അതായത് ഇപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ പ്രകൃതി ചികിത്സയ്ക്കൊക്കെ പോയവർക്കറിയാം, അവിടെ മണ്ണ് പൊത്തി ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇതാണ്, നമ്മുടെ സ്കിന്നിലെ ഇമ്പ്യൂരിറ്റീസും എല്ലാം പോയി സ്കിന്ന് നല്ല പിന്നെ ഫ്രഷ് ആവുന്നതിനാണ് മുൾട്ടാനി മിട്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മുൾട്ടാനി മിട്ടിയും പിന്നെ എഗ്ഗും അതോടൊപ്പം തന്നെ തൈരും കൂടെ മിക്സ് ചെയ്ത്, അപ്പോൾ 2 സ്പൂൺ മുൾട്ടാനി മിട്ടി എടുക്കുക, അതിലേക്ക് നമുക്ക് 2 സ്പൂൺ എഗ് വൈറ്റ് ഒഴിക്കുക. എഗ്ഗ് കംപ്ലീറ്റ് എടുത്തോളൂ കേട്ടോ, ബീറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ യോഗട്ട് എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് ടൈറ്റ് ആകുമ്പോൾ വാഷ് ചെയ്ത് കളയാം. ഓക്കെ, ഇത് രണ്ടാമത്തെ പാക്കാണ്. അപ്പോൾ എൻ്റെ ഈ 2 അപ്ലിഫ്റ്റിംഗ് പാക്കുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കണേ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.